ഹലോ, വെൽക്കം ടു കിച്ചീസ് ക്രിയേഷൻ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിച്ചൺ ടിപ്സ് ആയിട്ടാണ്. കുറച്ചധികം കിച്ചൺ ടിപ്സ് ആയിട്ടാണ്. ഇന്നത്തെ ടിപ്സൊക്കെ ഭയങ്കര ഈസിയാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന അത്രയും അളവ് ഞാനിന്ന് കാണിക്കാൻ പോണത്. പിന്നെ എല്ലാവരും സേഫായിട്ടല്ലേ വീട്ടിലിരിക്കുന്നത്? പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങൾ? അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ ഇപ്പോൾ കമൻറ്റൊക്കെ അയക്കുന്നുണ്ട്. അതിനൊക്കെ വലിയ വലിയ താങ്ക് യു വെരി മച്ച്. ആ കമൻറ്റൊക്കെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താണ് ആൾക്കാരുടെ വിശേഷങ്ങൾ, എന്താണ് ചെയ്യുന്നത് എല്ലാവരും? അപ്പോൾ ഈ ഒരു കിച്ചൺ ടിപ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും, നിങ്ങൾ ട്രൈ ചെയ്യാനും പറ്റും. നല്ല ടൈപ്പായിട്ടുള്ള കിച്ചൺ ടിപ്സാണ്, എല്ലാവരും ഒന്ന് കാണണം. പിന്നെ സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിലേ നിങ്ങൾക്ക് നന്നായിട്ട് കാണാനും പറ്റുള്ളൂ. നല്ല സൂപ്പറായിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോണത്. ഇനി ഞാൻ വന്നിട്ടുള്ളത്, നമ്മളെ വീട്ടിലൊക്കെ ഇഞ്ചി തൊലി ഒലിക്കാന്ന് വെച്ചാൽ ഭയങ്കര പാടായിരിക്കും. അപ്പോൾ നൈഫ് കൊണ്ട് നമുക്ക് തൊലി ഒലിക്കുകയാണെങ്കിൽ കൈമുറിയോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടാകും. നമ്മൾ സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നൈഫ് കൊണ്ട് ഇതാക്കുന്നതിനേക്കാളും നല്ല ബെസ്റ്റ് ഐഡിയയുമാണത്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സ്പൂണൊന്ന് എടുത്തിട്ട് അതിൻ്റെ മേലെയുള്ള തൊലി ഒന്ന് എടുത്ത് ഇങ്ങനെ നമ്മൾ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ഇതാക്കി ഫുള്ളൊന്ന് എടുത്തു കഴിഞ്ഞിട്ട് നല്ല ഫ്രഷ് ആയിട്ടൊന്ന് കഴുകിയെടുക്കുമ്പോൾ നമ്മൾ ഈസി ആയിട്ട് തന്നെ തൊലി ഒലിച്ച് കളയും. പിന്നെ ഇതിനു വേണ്ടി കൈമുറിയോ എന്നുള്ള ഒരു പേടിയും വേണ്ട, അധികം ടൈമും കൊടുക്കില്ല. അത് കാരണം നമ്മളെ കുട്ടികളെ കൊണ്ട് തന്നെ നമുക്ക് ചെയ്യിപ്പിക്കാമെന്നുള്ള കാര്യമാണത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ഇതിൽ ആൾക്കാരെന്നൊന്നുമില്ല കേട്ടോ, എല്ലാവർക്കും ചെയ്യാൻ പറ്റും. അതിനെപ്പോലെ തന്നെ കൈമുറിയൊന്നും ഒരു പേടിയും ഉണ്ടാവില്ല, ഭയങ്കര ഈസിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. തേങ്ങ ചിരകുക എന്ന് വെച്ചാൽ എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനൊരു സൊല്യൂഷനാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ തേങ്ങ പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേങ്ങ 2 മുറിയാക്കി ഫ്രീസറിനകത്ത് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വെക്കാം. അതിനുശേഷം ഇതെടുത്തിട്ട് നമ്മൾ ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് അത് അരിഞ്ഞ് മിക്സിയിലിട്ട് പൊടിച്ച് ഒരു ബോക്സിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിന് എപ്പോൾ വേണമെങ്കിലും എടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ആ സമയത്ത് ചെരുകേണ്ട ആവശ്യമില്ല. നമ്മളെ കശൂനട്ടൊന്നും ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ടിപ്പുണ്ട്. ആ ടിപ്പൊന്ന് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ എന്താണ് ടിപ്പെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഗ്രാമ്പു നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കുറച്ച് ഗ്രാമ്പു നമ്മൾ ഇട്ട് കൊടുക്കുക. എവിടെ വെച്ചാലും നല്ല ഫ്രഷായിട്ട് നമുക്കിരിക്കും. അതിനെപ്പോലെ തന്നെ കഴിക്കാനും ഭയങ്കര ടേസ്റ്റാണ്. ആ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് തന്നെ കഴിക്കാനൊക്കെ പറ്റും. ഭയങ്കര ഈസിയാണ്, ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങളെ വീട്ടിൽ ഗ്രാമ്പൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതും ഇട മാത്രമല്ല ചെയ്യേണ്ടത്. ബ്രഷ് കൊണ്ട് ഒരുപാട് ഉപയോഗങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ കീബോർഡിനകത്തുള്ള അഴുക്കൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്ക് ബ്രഷ് ഉപയോഗിക്കാം. കാരണം നമ്മൾ ഒരു തുണി വെച്ച് തുടച്ചാലൊന്നും അതിൻ്റെ ഉള്ളിലത്തൊന്നും പോവില്ല. അപ്പോൾ നമ്മളൊരു ബ്രഷ് വെച്ചിട്ട് അതിനുള്ളിൽ ഇങ്ങനെ അമർത്തി തുടയ്ക്കുകയാണെങ്കിൽ കീബോർഡിന് ഉള്ളിലുള്ള അഴുക്കെല്ലാം നമുക്ക് കളയാൻ പറ്റും. നമ്മൾ കുറേ നാൾ അരിയൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനകത്ത് പുഴുവൊക്കെ വന്ന് ആ ഫ്രഷ്നെസ്സൊക്കെ പോവും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരി വയ്ക്കുന്ന പാത്രത്തിനകത്ത് കുറച്ച് മുളക്, മുഴുവൻ മുളക് ഇട്ട് വെച്ച്
മൂടി വെച്ചിരുന്നാൽ മതി. അരിയുടെ അകത്ത് പുഴുവൊന്നും വരാതെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. ഇതിപ്പോൾ ഞാനൊരു ചെറിയ പാത്രം നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളതാണ്. ഇത്രയും ചെറിയ പാത്രത്തിലൊന്നും ആരും അരിയിട്ട് വയ്ക്കില്ല എന്നറിയാം. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിനാണ് ഈ ചെറിയ പാത്രം എടുത്തത്. ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഉപയോഗിക്കുന്ന ചീപ്പും വൃത്തിയാക്കാം. അധികം അഴുക്കില്ലെങ്കിൽ ബ്രഷ് വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് അഴുക്ക് പോയും. അധികം അഴുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു സോപ്പിലോ സോപ്പ് പൊടിയിലോ ഷാമ്പിലോ ഹാൻഡ് വാഷിലോ എന്തെങ്കിലും മുക്കി നന്നായിട്ട് അമർത്തി തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ചീപ്പൊക്കെ പെട്ടെന്ന് വൃത്തിയാവും. നമ്മൾ വെണ്ടയ്ക്ക അരിഞ്ഞ് തോരൻ വയ്ക്കാനോ സാമ്പാറിനോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതൊരു വഴുവഴുന്നനായിട്ടിരിക്കും. അപ്പോൾ നമുക്കത് കഴിക്കാനായിട്ട് അധികം തോന്നില്ല. അപ്പോൾ ഈ വഴുവഴുപ്പ് പോവാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകി അരിഞ്ഞതിന് ശേഷം നമ്മളൊരു ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് എന്നിട്ട് വഴറ്റി കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുകയാണെങ്കിൽ ആ വഴുവഴുപ്പൊക്കെ പോവും. സാമ്പാറിലായാലും തോരൻ വയ്ക്കാനായാലും പിന്നെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ആ വഴുവഴുപ്പ് ഉണ്ടാവുകയില്ല. A drop in the ocean so endless, reaching for our moments miles above. I just need one, diving in to all this endless space, falling stars, but still I see you, sweet escape, a lovely start, but letting go's the hardest. നമ്മൾ മുളകൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ നാൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പോൾ അതിനായ ഫ്രഷ്നെസ്സൊക്കെ പോവും. ആ ഫ്രഷ്നെസ്സൊക്കെ പോവാതെ ഫ്രഷായിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനകത്ത് കുറച്ച് ഉപ്പ് കലർത്തി വെച്ചാൽ മതി. നമ്മൾ കടയിലിരുന്ന് പഞ്ചസാര വാങ്ങിക്കുകയാണെങ്കിൽ പഞ്ചസാര നമ്മൾ ടിന്നിലേക്കിടുമ്പോൾ കുറച്ച് പഞ്ചസാര താഴെ വീഴും, അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഒരു പ്രോബ്ലമും ഇല്ലാണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പഞ്ചസാര ആ ടിന്നിൻ്റെ ഉള്ളിലേക്ക് ആക്കാം. അതിൻ്റെ ഒരു ടിപ്പാണ് കാണിക്കാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഒരു ന്യൂസ് പേപ്പർ എടുത്തിട്ട് കപ്പലണ്ടി പൊതിയുന്നത് പോലെ ഒന്ന് പൊതിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടുകയാണെങ്കിൽ ഭയങ്കര ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉള്ളിലേക്ക് പഞ്ചസാര പോവുകയും പുറത്തൊന്നും ഒരു പഞ്ചസാരയും ഇരിക്കാതെ നല്ല നീറ്റായിട്ടും ഇരിക്കും, നല്ല ഈസിയുമാണ്. നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന സാധനമാണ് മിക്സി. അപ്പോൾ മിക്സി നമ്മൾ ഡെയിലി എപ്പോഴും തുടച്ചൊക്കെ വെക്കും. പക്ഷേ തുടച്ച് വെക്കുകയാണെങ്കിലും അതിൻ്റെ ഉൾസൈഡ് തുടയ്ക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഉള്ളിൽ അഴുക്ക് എടുക്കുകയെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനൊരു എളുപ്പവഴിയാണ് ഞാൻ പറയാൻ പോണത്. നമ്മളൊരു ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ക്ലീൻ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പെട്ടെന്ന് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ സോപ്പ് പൊടിയോ ഷാമ്പോ എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ച് ബ്രഷ് ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ വരും. പിന്നെ ഇത്രയും അഴുക്ക് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി കുറേ ദിവസം തുടയ്ക്കാണ്ട് വെച്ചതാണ്. ഞാനിതൊക്കെ ക്ലീൻ ചെയ്താണ് വയ്ക്കാറ്. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നോക്കുക, ഇത് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആവും.